ഉച്ചയ്ക്ക് ഒരു 3 മണി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളുടെ വീട്ടിൽ ഒരു ഫോൺ കോൾ വന്നത്. ഞങ്ങളുടെ വീട്ടിൽ ഒരു ഗസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്താ പെട്ടെന്നൊന്നും ഉണ്ടാക്കുന്നതൊക്കെ 4 മണി ചായക്കൊപ്പം കൊടുക്കാൻ. അങ്ങനെ ഞാനിത് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞാനിത് കാണിച്ചറിയാം. എളുപ്പത്തിൽ 10 മിനിറ്റ് കൊണ്ട് ഒരു പാത്രം നിറയെ ഉണ്ണിയപ്പം ഉണ്ടാക്കി. ഒരു മിക്സിയുടെ ജാറിൽ ഒരു കപ്പ് ഗോതമ്പ് മാവ് എടുത്തു. 1/2 കപ്പ് വറുക്കാത്ത റവ എടുത്തിട്ടുണ്ട്. പിന്നെ 3 ഏലക്കായും ചേർത്തിട്ടുണ്ട്. ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്തു. എന്നിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. എല്ലാം കൂടി പൊടിച്ചെടുത്തേ. ഇനി നമുക്ക് ഒരു 3/4 കപ്പ് ഞാൻ ശർക്കര എടുത്തിട്ടുണ്ട്. അത് നിങ്ങളുടെ മധുരം അനുസരിച്ച് എടുക്കുക കേട്ടോ. അതും കൂടി ചേർത്തിട്ട് നമുക്കതൊന്ന് നല്ല മാതിരി ഒന്ന് പൊടിച്ചിട്ട് വരാം. എളുപ്പമല്ലേ അത് ചെയ്യാനത്? അതും പൊടിച്ചെടുത്തു. ഇനി നമുക്കത് മറ്റൊരു ബൗളിലേക്കൊന്ന് മാറ്റാം. ഇനി നമുക്ക് അല്പാൽപ്പം വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. ഉണ്ണിയപ്പത്തിന് മാവ് കുഴയ്ക്കുന്ന അതേ പരുവത്തിൽ നമുക്കത് കുഴച്ചെടുക്കാമേ. എളുപ്പമാണത്. അതായത് ഞാൻ പറഞ്ഞ എളുപ്പത്തിൽ 10 മിനിറ്റ് ഉണ്ടാക്കാമെന്ന്. ആവശ്യത്തിന് അല്പാൽപ്പം ഞങ്ങൾ വെള്ളം ഒഴിച്ചിട്ട് ഞാനിത് കലക്കി എടുത്തിട്ടുണ്ട്. ഇതേ പരുവത്തിന് എടുത്തിട്ടുണ്ട്. ഒരു രുചിക്ക് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ കറുത്ത എള്ളും 1/4 ടീസ്പൂൺ ജീരകവും കൂടി ചേർത്തിട്ടുണ്ട്. തേങ്ങ ഒന്നും ഇടാൻ നോക്കിയില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ. തേങ്ങയൊക്കെ വറുത്തിട്ടിടാം. ഇനി നമുക്ക് ഒരു അപ്പക്കാര വെച്ചിട്ട് എണ്ണ ചൂടാക്കാൻ വയ്ക്കാം. ആവശ്യത്തിന് കുറച്ച് വെള്ളം എണ്ണ ഒഴിക്കാം. ഇനി മാവ് കോരി വയ്ക്കാം അല്ലേ. മറിച്ചിട്ട് മറുസൈഡും കൂടി വേവിക്കാം. പൊടിയും പഴമൊന്നും ചേർക്കാതെ ഞാൻ എളുപ്പത്തിൽ ഉണ്ടാക്കിയതാണ്. നല്ല മാതിരി മുരിഞ്ഞ് റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ലൈക്കും കമൻറ്റും ഒക്കെ ഒന്ന് ചെയ്യണം. ഷെയർ ചെയ്യാൻ ഒട്ടും മറക്കരുത്. പുറമേ നല്ല മാതിരി മുരിഞ്ഞിട്ടുണ്ട്. ഉൾവശം നല്ല സോഫ്റ്റാണ് കേട്ടോ. അത് എത്ര എളുപ്പത്തിൽ ഞാനിത് ഉണ്ടാക്കിയത്. വളരെ ടേസ്റ്റാണത്. പറഞ്ഞ ഗസ്റ്റ് ഇതുവരെ വന്നിട്ടില്ല കേട്ടോ. ഇനി ഒരു അരമണിക്കൂർ ഇനിയും ബാക്കിയുണ്ട്. അപ്പോൾ ഞാനിത് എത്ര എളുപ്പത്തിലാണ് ഉണ്ടാക്കിയതല്ലേ. ഇങ്ങനെ എളുപ്പത്തിൽ ഓരോന്നൊക്കെ നമ്മൾ ഉണ്ടാക്കി പഠിക്കണം കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം. വളരെ നല്ല റെസിപ്പിയാണ്. നല്ല ടേസ്റ്റുമാണത്. ഓക്കെ ബൈ.